വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2ന്റെ രണ്ടാമത്തെ പോർഷനാണ്. ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് ഡി എഫ് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ടു റെഗുലർ എക്സ്പ്രഷൻ. ആക്ച്വലി ഇതിന് 3 മെത്തേഡ്സ് ഉണ്ട്. നമുക്കിത് ചെയ്യാൻ പറ്റുന്ന 3 വിധത്തിലാണ്. ഫസ്റ്റ് ഒരു ആർഡൻസ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആർഡൻസ് തിയറം യൂസ് ചെയ്തിട്ട്. സെക്കൻഡ് വന്നിട്ട് സ്റ്റേറ്റ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. സ്റ്റേറ്റ് എലിമിനേഷൻ മെത്തേഡ്. തേർഡ് വൺ RIJK ഫോർമുല മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. RIJK ഫോർമുല യൂസ് ചെയ്തിട്ടൊരു മെത്തേഡ്. ഇതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ആർഡൻസ് മെത്തേഡാണ്. ഏതെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് ഫീൽ ചെയ്യുക. അപ്പം ആർഡൻസ് മെത്തേഡ് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർഡൻസ് തിയറം പറയുന്നത് ദാറ്റ് ഈസ് ലൈക്ക് ലെറ്റ് P and Q be two regular expression. ഇത് രണ്ട് റെഗുലർ എക്സ്പ്രഷൻസ് ആണെങ്കിൽ ഒരു given alphabet over the given alphabet sigma, and P does not contain a null string epsilon. Pയിൽ എപ്സിലൺ എന്നുള്ള നൾ സ്ട്രിങ് കാണുന്നുമില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് എങ്കിൽ, ആൻഡ് അഗെയിൻ നമ്മൾക്ക് ഈ പറഞ്ഞ റെഗുലർ എക്സ്പ്രഷനെ R ഈസ് ഈക്വൽ ടു Q പ്ലസ് RP എന്ന് പറയുന്ന ഒരു ഫോമാറ്റിൽ എഴുതാൻ പറ്റിയാൽ ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ R ഈക്വൽ ടു QP സ്റ്റാർ. ഇങ്ങനെ എഴുതാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇങ്ങനെ കേൾക്കുമ്പോൾ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. പക്ഷെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഒന്ന് പറയാം. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു DFA ഉണ്ടാവും. അതിൻ്റെ കറസ്പോണ്ടിങ് കണ്ടുപിടിക്കാനാണ്, അതായത് റെഗുലർ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന DFA ഇങ്ങനെയാണെന്ന് കരുതുക. Q1, Q2, Q3. Q1ൽ നിന്ന് A Q1ലേക്ക് തന്നെ, Q1ൽ നിന്ന് B വന്നാൽ Q2ലേക്ക്, Q1ൽ നിന്ന് അപ്പോൾ Q1ലെ രണ്ടെണ്ണം കഴിഞ്ഞു. Q2ൽ നിന്ന് A വന്നാൽ Q3ലേക്ക്, Q2ൽ നിന്ന് B വന്നാൽ Q2ലേക്ക്, Q3ൽ നിന്ന് A വന്നാൽ Q1ലേക്ക്, Q3ൽ നിന്ന് B വന്നാൽ Q2ലേക്ക്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന DFA. അപ്പോൾ ഇതിനെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫോമാറ്റിലേക്ക് ആക്കുന്ന രീതിയിൽ എഴുതണം. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ഈച്ച് സ്റ്റേറ്റ്. ഇതിലെ ഓരോ സ്റ്റേറ്റിനും നമ്മളൊരു ഇക്വേഷൻ എഴുതാൻ പോകണം. സോ ആദ്യം നമ്മൾ Q1 ഇനീഷ്യൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് Q1ൽ എടുക്കുന്നു. ഇക്വേഷൻ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിലേക്ക് സ്റ്റേറ്റിലേക്ക് വരുന്ന ട്രാൻസിഷൻസിനെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ദാറ്റ് മീൻസ് Q1ലേക്ക് ഇവിടെ നമുക്ക് കാണാം 2 ട്രാൻസിഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഇൻവേർട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യലിനെ എടുക്കണം. സോ ഇനീഷ്യലിനെ നമ്മൾ എപ്പോഴും സിഗ്മ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നു. ഇനി അടുത്തത് വരുന്നത് എന്താ? Q1ൽ നിന്ന് തന്നെ ഒരു A Q1ലേക്ക് ഒരു ഇൻവേർഡ് വരുന്നു. അപ്പോൾ നമ്മൾ അതിനെ എഴുതാൻ പോകുന്നത് എപ്സിലോൺ പ്ലസ് Q1A എന്നാണ്. നെക്സ്റ്റ് അതുപോലെ തന്നെ പിന്നെ ഇൻവേർഡ് വരുന്ന Q3ൽ നിന്ന് A ആണ്. സോ അതിനെ നമ്മൾ Q3A എന്ന് എഴുതുന്നു. നെക്സ്റ്റ് അതുപോലെ എല്ലാ സ്റ്റേറ്റിനും എഴുതുക. സോ Q2ന് എഴുതുന്നു. Q2ന് എത്രയാണ് ഇൻവേർഡ് ഉള്ളത്? 3 എണ്ണം ഉണ്ട്. Q1B, Q2B, Q3B. സോ Q1B, Q2B, Q3B. ഇനി Q3ക്കും അതുപോലെ തന്നെ എഴുതണം. അതിലേക്ക് ഒരെണ്ണേ ഇൻവേർഡ് ഉള്ളൂ. ദാറ്റ് ഇസ് Q2A. ഇനി ഇതിനെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാനാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. പക്ഷെ അതിൽ തന്നെ ആദ്യം ഡയറക്റ്റ് എന്തെങ്കിലും റീപ്ലേസ് ചെയ്യാനുള്ള വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്, ദാ Q3 എന്ന് പറയുന്ന Q2A എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകേണ്ടത് ഏതെങ്കിലും ഒരു ഇക്വേഷനെ ഈ ഫോർമാറ്റിൽ ഡയറക്റ്റ് സോൾവ് ചെയ്യാവുന്നതുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്യാം ശരിക്കും. നമ്മൾ ഇതിനെ ആദ്യം റീപ്ലേസ് ചെയ്തതിന് ശേഷം ഒന്ന് ചെയ്യാം. ഈ Q2നോ ഏതിനെങ്കിലും ഏത് ഇക്വേഷനും എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി മറിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതൊരു പ്രശ്നമേ അല്ല. ഇതിൻ്റെ ഓർഡർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. സോ ഞാൻ ആദ്യം ഈ Q3 ഈക്വൽ ടു Q2A എടുക്കുന്നു. നമുക്കൊരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻസിലൊക്കെ ഒന്ന് നമ്പർ ചെയ്യാം. 1, 2, 3. സോ ഈ Q3A നമ്മൾ റീപ്ലേസിങ് Q3 in equation 2 with equation 3 എന്നുള്ള രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ Q2 ഈക്വൽ ടു Q1B പ്ലസ് Q2B പ്ലസ് Q3 എന്ന് പറയുന്നത് Q2A ആണ്. Q2A പിന്നെ EB.
Q2 AB എന്ന് വരും. അപ്പോൾ നമുക്കിപ്പോൾ Q2 AB എന്ന് കറസ്പോണ്ടിങ്ങിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ Q2നെ കോമൺ ആയിട്ട്, ഇതൊക്കെ ബേസിക് മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. അതായത് Q1 ഇതിൽ Q2നെ Q2 ഈക്വൽ ടു Q1B പ്ലസ് Q2നെ മാത്രം എടുക്കുന്നു, B പ്ലസ് AB എന്നെഴുതി. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. Q2 ഈക്വൽ ടു, അല്ലെ വേണമെന്നില്ല, ഇതാ ഇനി ഈ ഫോർമാറ്റ് നോക്കിയാൽ R ഈസ് ഈക്വൽ ടു Q പ്ലസ് ആർ പി എന്നുള്ള ഫോർമാറ്റായി. അതായത് Q2 R ആണെങ്കിൽ, ഇത് Q ആണെങ്കിൽ, വീണ്ടും Q2 R, ഇത് P ആണെങ്കിൽ നമ്മൾക്കിതിനെ R ഈസ് ഈക്വൽ ടു Q P സ്റ്റാർ എന്ന് എഴുതാം എന്നാണ് പറയുന്നത്. സോ R എന്ന് പറഞ്ഞാൽ Q2 ഈക്വൽ ടു Q, ഇവിടുത്തെ Q എന്ന് പറയുന്ന Q1 B, P എന്ന് പറയുന്ന B പ്ലസ് എ ബി ആണ്. അപ്പം B പ്ലസ് എ ബി സ്റ്റാർ Q2ന്റെ ഒരു ഫോർമാറ്റ് നമുക്കിനി കിട്ടി. ഇനി ഇതിനെ, ഈ Q2വിനെ Q3, അപ്പൊ Q3 എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ കൂടെ എയും കൂടെ ആഡ് ചെയ്താൽ മതി. സോ Q3 എന്ന് പറയുന്നത് Q1B B പ്ലസ് എ ബി സ്റ്റാർ എ. അപ്പൊ നമ്മൾക്ക് Q3യും കിട്ടി. ഇനി ഇതിനെ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ, സോ ഈ ഇക്വേഷൻ സപ്പോസ് ഇത് ഇക്വേഷൻ 4ഉം ഇത് ഇക്വേഷൻ 5ഉം ആണെങ്കിൽ, പ്ലേസിംഗ് 5 in 1 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്കറിയാം Q1 ഈക്വൽ ടു എപ്സിലൺ പ്ലസ് Q1A പ്ലസ് Q3 എന്ന് പറയുന്നത് ഇതാണ്. Q1B B പ്ലസ് എ ബി സ്റ്റാർ എ. ഇപ്പൊ Q3 എന്ന് കഴിഞ്ഞു, അതിന്റെ കൂടെ ഒരു എയും കൂടെ ഉണ്ട്. സോ ഒരു എയും കൂടെ ഇവിടെ വരുന്നു. ഇപ്പൊ ഇത് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കോമൺ ഫാക്ടറിനെ എടുക്കാനുണ്ട്. Q1നെ ഇപ്പൊ എ പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് എ ബി സ്റ്റാർ എ. ഇത് നോക്കിയാൽ എഗെയിൻ R ഈക്വൽ ടു എപ്സിലോൺ ആണ് Q പ്ലസ് R ആണ് Q1, ഇതാണ് P. അങ്ങനെയാണെങ്കിൽ R ഈക്വൽ ടു Q P സ്റ്റാർ എന്നെഴുതാം. ദാറ്റ് മീൻസ് Q1 ഈക്വൽ ടു Q എപ്സിലൺ ഇൻറ്റു പി സ്റ്റാർ. പി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് എ ബി സ്റ്റാർ എ പിന്നെ ഓൾ സ്റ്റാർ. ഈ ഓൾ സ്റ്റാറിൽ തന്നെ എപ്സിലൺ വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എപ്സിലൺ ഇൻറ്റു എന്തെങ്കിലും ആ കറസ്പോണ്ടിങ് തിങ് തന്നെ ആയതുകൊണ്ട് നമുക്കിതിനെ ഇത് മാത്രം എഴുതിയാൽ മതിയാവും. എ പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് എ ബി സ്റ്റാർ എ ഹോൾ സ്റ്റാർ. അപ്പം ഇനി ഇതിന്ന് ക്രോസ് ചെക്ക് വേണേൽ ചെയ്തേക്കാം. അതായത് ഈ സ്റ്റാർ വരുന്നത് കൊണ്ട് എപ്സിലൺ, ഇവിടെ എപ്സിലൺ അക്സെപ്റ്റഡ് ആവുന്നുണ്ട്. എനി നമ്പർ ഓഫ് എസ് മാത്രം, ഇതിൽ നിന്ന് ഈ എ മാത്രം റിപ്പീറ്റഡ് ആയിട്ട് വരാം. ഇനി ബി വന്നിട്ടുണ്ടെങ്കിൽ മിനിമം 2 എ പുറകെ വരണം. ബി വന്നാൽ പിന്നെ തിരിച്ചു വരാൻ ഏറ്റവും മിനിമം എ ബി, ഇവിടുന്ന് ബി പിന്നെ എ എടുക്കാം. അല്ലെങ്കിൽ എ വന്നു ബി വന്നു എ എടുക്കാം. ഇനി എ എത്ര ടേൺസ് വന്നെങ്കിലും വന്നു, ഇവിടുന്ന് ബി വന്നു, ഇതിൽ നിന്നൊന്നും എടുക്കുന്നില്ല, എ എടുക്കാം. സോ ഓൾമോസ്റ്റ് എല്ലാ കേസും ഇതിൽ സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. ഇതാണ് ഒരു മെത്തേഡ് ഓഫ് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു ഇതെന്ന് പറയുന്ന ഒരു എക്സാമ്പിളിലൂടെ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. നമുക്കൊന്ന് ആദ്യത്തെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട്, കാരണം ഇത് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം കേട്ടോ. ബേസിക്കലി വളരെ എളുപ്പമാണ്. ഓരോ സ്റ്റേറ്റിനും നമ്മളൊരു ഇക്വേഷൻ എഴുതുന്നു. ആ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വേഷൻ്റെ ഇൻവേർഡ് വരുന്ന ട്രാൻസിഷൻസിനെ മാത്രം എടുത്തിട്ടായിരിക്കും ഓരോ സ്റ്റേറ്റിനും ട്രാൻസിഷൻ എഴുതുന്നത്. സോ നെക്സ്റ്റ് ഒരു എക്സാമ്പിളൂടെ നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് മെത്തേഡിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ഇതിൽ നമ്മൾ ചെയ്തു വന്നിരുന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ലാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്തെത്തേണ്ടത് ഫൈനൽ സ്റ്റേറ്റിനെയാണ് കേട്ടോ. സോൾവ് ചെയ്തെത്തേണ്ടത് ഫൈനൽ സ്റ്റേറ്റ് എത്തണം. ഇനി സപ്പോസ് ഒന്നിൽ കൂടുതൽ, സപ്പോസ് ഇങ്ങനെ DFA വന്നിട്ട് ഒന്നിൽ കൂടുതൽ ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഈ 2 ഫൈനൽ സ്റ്റേറ്റിൻ്റെയും റെഗുലർ എക്സ്പ്രഷനെ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവ തമ്മിലൊരു പ്ലസ് അല്ലെങ്കിൽ യൂണിയൻ സിമ്പൽ ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്താൽ മതിയാകും ഫൈനൽ ഇതിൻ്റെ ലുക്കിലേക്ക് വരാൻ. ഇനി നമുക്കൊരു ചെറിയ എക്സാമ്പിളൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇനീഷ്യലും ഫൈനലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം. Q1 Q2 Q3 ആണ് ഫൈനൽ. Q1ൽ നിന്ന് B
Q3യിലേക്ക്, Q1ൽ നിന്ന് A Q2യിലേക്ക്, Q2ൽ നിന്ന് A Q3യിലേക്ക്, Q3യിൽ നിന്ന് A Q3യിലേക്കാണ്. അപ്പോൾ ഇതൊരു NFA ആണ്, DFA അല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് നോക്കാം. Q1ൽ നിന്ന് ആകെ ഒരു ഇൻവേർഡേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലൺ. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. Q2ലേക്ക് ഒരു ഇൻവേർഡേ ഉള്ളൂ. ദാറ്റ് ഈസ് ഫ്രം Q1. സോ Q1A. Q3യിലേക്ക് 3 ഇൻവേർഡ് ആണുള്ളത്. Q1B, Q2A പ്ലസ് Q3A. സെൽഫിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുക തന്നെ വേണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് പ്ലേസ് ചെയ്യുമ്പോൾ Q2 ഈക്വൽ ടു A എന്ന് കിട്ടും. കാരണം Q1 എപ്സിലൺ ഇൻറ്റു A എന്നുള്ളത് കൊണ്ട് Q2 ഈക്വൽ ടു A എന്ന് ഡയറക്റ്റ് കിട്ടും. സോ ഐ എം ഗോയിങ് ടു പ്ലേസ് ദിസ് ഫോർത്ത് ഇക്വേഷൻ. ഇനി ഈ ഫോർത്ത് ഇക്വേഷനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് തേർഡ് ഇക്വേഷനിലേക്ക്. സോ 4 in 3 Q3 ഈക്വൽ ടു Q1 എപ്സിലോൺ ആണ്. സോ B പ്ലസ് Q2 എന്ന് പറയുന്നത് A ആണ്. AA പ്ലസ് Q3A. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. റീഅറേഞ്ച് ചെയ്യണമെന്നില്ല. R ഈക്വൽ ടു Q പ്ലസ് Q3 അഗെയിൻ R P. സോ R ഈക്വൽ ടു Q പ്ലസ് ആർ പി എന്ന് കിട്ടിയാൽ നമ്മൾക്ക് R ഈക്വൽ ടു QP സ്റ്റാർ എന്ന് എഴുതാം എന്നാണ് നമ്മൾ പറയുന്നത്. സോ R Q3 ഈക്വൽ ടു, ഇവിടെ Q എന്താണ്? B പ്ലസ് AA ഇൻറ്റു P എന്താണ് ഇവിടെ? A. സോ ഇൻറ്റു A സ്റ്റാർ. ഇതായിരിക്കും ഫൈനൽ നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കിയാൽ അറിയാം, B എലോൺ ആണെങ്കിൽ ഇതിൽ നിന്ന് B എലോൺ വരുമ്പോൾ B. ഇവിടെ പിന്നെ എത്ര നമ്പർ ഓഫ് A's വേണമെങ്കിലും വരാം. സോ A സ്റ്റാർ, അല്ലെങ്കിൽ A പിന്നെ A സ്റ്റാർ. സോ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഫൈനൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാനൂടെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ റെഗുലർ എക്സ്പ്രഷനെ ഫോം ചെയ്യുന്ന ഒരു ഫ്രം എ ഫൈനൈറ്റ് ഓട്ടോമേറ്റർ റെഗുലർ എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഫോമാറ്റ് നമ്മൾ കണ്ടു, ആർഡൻസ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇത് 1-2 തവണ പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് നമ്മൾക്ക് കിട്ടാവുന്ന ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏത് ഇക്വേഷൻ സോൾവ് ചെയ്യണം എന്നുള്ളത്. ദാറ്റ്സ് ഓൾ. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഈസി ആയിട്ട് കിട്ടാവുന്ന മെത്തേഡാണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്